നമസ്കാരം സുഹൃത്തുക്കളെ. ഇപ്പോൾ ദേശീയതയോട് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയം പറയണമെങ്കിൽ ഭയക്കണം എന്നുള്ള സ്ഥിതിയാണ്. ദേശീയതയോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സർക്കാരുകൾ ഭരിക്കുന്ന സ്ഥലങ്ങളിൽ ദേശീയതയോട് ആഭിമുഖ്യമുള്ള രാഷ്ട്രീയം പറയുന്നവരെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതിയാണ് നിലവിലുള്ളത്. ബംഗാളിൽ കണ്ടില്ലേ, ശർമിഷ്ഠ പനോലി എന്ന പെൺകുട്ടിയെ മമതാ ബാനർജിയുടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. പാകിസ്ഥാൻ വിരുദ്ധമായും ഭാരതത്തിന് വേണ്ടിയും ദേശീയതയ്ക്ക് വേണ്ടിയും സംസാരിച്ചതാണ് ആ പെൺകുട്ടി ചെയ്ത തെറ്റ്. അപ്പോൾ രാഷ്ട്രീയവും ദേശീയതയും ഒക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഭയക്കണം എന്നൊക്കെയുള്ളതാണ് മുന്നറിയിപ്പുകൾ. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരു വിഭാഗത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. അത് ഹമാസ്, പാകിസ്ഥാൻ ആ അനുകൂല പക്ഷത്തിൻ്റെതാണ് ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ളവർ. ഹൈന്ദവ ദേശീയത അതൊക്കെ പറയുന്നവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം അത്ര അങ്ങോട്ട് വേണ്ട എന്നുള്ളതാണ് വെപ്പ്. അതുകൊണ്ട് കുറച്ച് ഭയക്കണം എന്നുള്ള സ്ഥിതിയാണ്. എന്നാലും നമുക്ക് പറയാനുള്ളത് പറയണമല്ലോ. അപ്പോൾ ഏത് ചാനൽ തുറന്നാലും ഏത് മാധ്യമം തുറന്നാലും ഇപ്പം നമ്മൾ കാണുന്ന രാഷ്ട്രീയം നിലമ്പൂരാണ്. അൻവർ, സ്വരാജ്, ആര്യാടൻ ഷൗക്കത്ത്, അങ്ങനെ സ്ഥാനാർത്ഥികളുടെ വർണ്ണനകൾ, അൻവറിന്റെ കരച്ചില്, സ്വരാജിന്റെ നിലപാടുകൾ, സ്വരാജിന്റെ ബൗദ്ധിക നിലപാടുകൾ, അങ്ങനെയുള്ള പല പല കാര്യങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്താ ഇത്രയേറെ നിലമ്പൂരില് ചർച്ച ചെയ്യാൻ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം അവിടെ രണ്ട് പക്ഷമേ ഉള്ളൂ. ഒന്ന് വാര്യൻകുന്നൻ പക്ഷവും ഒന്ന് വാര്യൻകുന്നൻ വിരുദ്ധപക്ഷവും. വിരുദ്ധപക്ഷത്ത് ചിലപ്പോൾ ഒരേ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും വാര്യൻകുന്നൻ പക്ഷത്ത് നിൽക്കുമ്പോഴാണല്ലോ മതേതരത്വത്തിന്റെ ആ വർണ്ണാഭമായ പച്ചകുപ്പായം കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാവരും വാര്യൻകുന്നൻ പക്ഷത്താണ്. അതിപ്പോ മുഖ്യമന്ത്രിയും പറഞ്ഞല്ലോ, വാര്യൻകുന്നനെ ചതിച്ച മണ്ണ് എന്നൊക്കെയാണ് മുഖ്യമന്ത്രി പ്രയോഗിച്ചത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആരായിരുന്നു വാര്യൻകുന്നൻ? സ്വാതന്ത്ര്യ സമര സേനാനി ആയിരുന്നു എന്നുള്ളതാണ് വർണ്ണന. ഇത്രയേറെ മനുഷ്യരെ പച്ചയ്ക്ക് തോലുരിഞ്ഞ് തുവൂർ കിണറ്റിലിട്ട, ചങ്കുവെട്ടിയിൽ വെട്ടിക്കൊന്നിട്ട, പച്ചയ്ക്ക് മതത്തിന്റെ പേരിൽ ഇത്രയേറെ ക്രൂരതകൾ, വംശഹത്യകൾ ചെയ്ത ആ ഖിലാഫത്ത് കലാപത്തിന്റെ നായകൻ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു എന്നുള്ളതാണ് വർണ്ണന. ഇതാണ് കേരളത്തിന്റെ മതേതരത്വം. ഇത് തന്നെയാണ് വി ഡി സതീശന്റെ പാർട്ടിയും പിണറായി വിജയന്റെ പാർട്ടിയും ചെയ്യുന്നത്. എന്നിട്ടും എന്തിനാണ് ഈ രണ്ടുപേരും വിഘടിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാവാത്തത്. രണ്ടുപേർക്കും പച്ച തൊടണമെങ്കിൽ ഹരിതാഭയും പച്ചപ്പും ഊഷ്മളതയും ഒക്കെ വേണം. എന്നിട്ടും എന്തിനാണ് വിഘടിച്ചു നിൽക്കുന്നത്? ഇന്ത്യ മുന്നണിയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ഒന്നിച്ചു നിന്നാ പോരെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്കൊക്കെയും പണം വേണം, ഫണ്ട് വേണം, കസേര വേണം, അധികാരം വേണം. അതുകൊണ്ടാണ്. അതവർ പറയില്ല. ആദർശം പറയും, മതേതരത്വം പറയും, BJP കുറ്റം പറയും, ഭാരതീയ ജനതാ പാർട്ടി വർഗീയതയാണ് പറയുന്നതെന്ന് പറയും. എന്നിട്ടോ ചാനൽ ഡിബേറ്റുകൾ ശ്രദ്ധിച്ചു നോക്കൂ. ഓരോ സംവാദകനും പറയുന്നത് അവിടുത്തെ ജാതീയമായ മതപരമായ വോട്ടുകളുടെ എണ്ണമാണ്. വാര്യൻകുന്നൻ എന്ന ബിംബം കൊണ്ട് ഇവർക്ക് ആകർഷിക്കാൻ പറ്റുന്ന വോട്ടുകൾ എത്രയാണ്? ഈ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി ഹമാസിനെ കുറ്റം പറഞ്ഞതുകൊണ്ട് പച്ച വോട്ടുകൾ കിട്ടുമോ? അതായത് ഈ ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയെ അനുകൂലിക്കുന്നവർ ഈ സ്വരാജിന് വോട്ട് ചെയ്യുമോ? ക്രിസ്ത്യാനി വോട്ട് ചെയ്യുമോ? ഈഴവൻ വോട്ട് ചെയ്യുമോ? നായർ വോട്ട് ചെയ്യുമോ? ഇങ്ങനെ ഇരുന്ന് ചർച്ച ചെയ്യുകയാണ് ചാനലുകൾ. എന്നിട്ട് പറയുകയാണ് നമ്മൾ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള മതേതര ജാതി വിരുദ്ധ കേരളമാണ് എന്ന്. എന്തൊരു അതിശയമാണെന്ന് നോക്കൂ അല്ലേ. ഈ അൻവറും ഈ ഇടതുപക്ഷവും തമ്മിൽ തെറ്റിയത് എന്തിനാണെന്ന് നമുക്കറിഞ്ഞൂടാ. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് ഈ ജനങ്ങളുടെ മേലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് അറിഞ്ഞൂടാ. അധികാരം പങ്കുവെക്കലിന്റെ പേരിലാണോ? പണം പങ്കുവെക്കലിന്റെ പേരിലാണോ? ബിസിനസ്സിൽ കിട്ടിയ ലാഭം പങ്കുവെക്കലിന്റെ പേരിലാണോ? സ്വർണം പൊട്ടിക്കലിന്റെ പേരിലാണോ? ഇനി മറ്റെന്തിൻ്റെങ്കിലും പേരിലാണോ? നമുക്കറിഞ്ഞൂടാ. അവർ പറയുന്നു ആദർശത്തിന്റെ പേരിലായിരുന്നു എന്ന്.
നമ്മളത് കേൾക്കുന്നു. നമ്മുടെ പണമാണ്, നമ്മുടെ പണം കൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നതും രാജിവെക്കുന്നതും കാറിൽ പോകുന്നതും സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നതും തൊഴുത്തുണ്ടാക്കുന്നതും ലിഫ്റ്റ് ഉണ്ടാക്കുന്നതും പിന്നെ എന്താണ് മഹത്തായ കേരളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ പേരിൽ കുറേ ഏറെ ഈ പൊങ്ങച്ചങ്ങളും മറ്റ് ബിസിനസ്സിൻ്റെ പേരിലുള്ള ആർഭാടങ്ങളും വ്യവസായികളെ ഇവിടെ വിളിച്ചു വരുത്തലും വിരുന്നൂട്ടലും ഇങ്ങനെയൊക്കെ നടക്കുന്നത് നമ്മുടെ പണം കൊണ്ടാണ്, പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിക്കൊണ്ടാണ്, ചൂരൽമലയിലെ ജനങ്ങൾക്ക് പണം കൊടുക്കാതെയാണ്, പാവപ്പെട്ട മനുഷ്യർക്ക് പെൻഷൻ പോലും നിഷേധിച്ചുകൊണ്ടാണ്, തൊഴിലുറപ്പിൻ്റെ പണം വകമാറ്റിക്കൊണ്ടാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ദേശീയപാതയുടെ കാര്യത്തിൽ തന്നെ ആയിക്കോട്ടെ, നമുക്കറിയാം കരാറുകാരും ഉപകരാറുകാരും അങ്ങനെ ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അഴിമതിയും കൈയിട്ടുവാരലും കിഫ്ബിയും ഒക്കെ അല്ലാണ്ട് നമുക്ക് ചുറ്റും ഒന്നും കേൾക്കാനില്ല. എന്നിട്ടും നമ്മൾ തിരഞ്ഞെടുപ്പുകൾ ആഘോഷിക്കുന്നു, രാഷ്ട്രീയ കേരളമാണെന്ന് പറയുന്നു. എന്നിട്ട് ജാതിബോധത്തെയും മതബോധത്തെയും വർഗീയവാദത്തെയും ഒക്കെ മറച്ചു വെച്ചുകൊണ്ട് ഏറ്റവും വലിയ വർഗീയത പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണെന്ന് പറയുന്നു. ദേശീയത എന്ന ഒറ്റ ചരടിൽ ജനങ്ങളെ കോർത്ത് നിർത്താൻ ശ്രമിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയെ വർഗീയ പാർട്ടി എന്ന് മുദ്ര കുത്തിക്കൊണ്ട് കോൺഗ്രസും ഇടതുപക്ഷവും CPM CPI എന്ന് വേണ്ട സകല മോദി വിരുദ്ധ ഭാരതീയ ജനതാ പാർട്ടി വിരുദ്ധ പക്ഷവും കൂടി ചെയ്യുന്നത് ആ ഒരൊറ്റ കാര്യമാണ്, ദേശീയതയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഒരു യുദ്ധം വന്നപ്പോൾ ദേശീയതയ്ക്ക് അനുകൂലമാണ് ജനങ്ങൾ എന്നുള്ളത് കൊണ്ട് മാത്രം ഓരോ നേതാവും ദേശീയതയ്ക്ക് അനുകൂലമായി പറഞ്ഞു. അല്ലായിരുന്നെങ്കിലോ മോദി വിരുദ്ധത പറഞ്ഞേനെ, രാഷ്ട്രവിരുദ്ധത പറഞ്ഞേനെ. ജനങ്ങളുടെ പൾസ് അറിഞ്ഞുകൊണ്ട് മാത്രം അവരത് പറഞ്ഞു. ഇതാണ് കേരളത്തിലെ അവസരവാദ രാഷ്ട്രീയം. ഇവരെന്താണ് വിചാരിച്ചിരിക്കുന്നത്? പിണറായി വിജയന്റെ ആ പ്രസ്താവന തന്നെ നോക്കൂ. ഈ വാര്യംകുന്നനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രസ്താവന. ഈ ഹിന്ദു വംശഹത്യ നടത്തിയ ആ കലാപത്തിന്റെ നേതാവിനെ ഇത്രയേറെ മഹത്വവൽക്കരിക്കുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ചെയ്യുന്നത് എന്താണ്? CPMലെ ഹിന്ദു സഖാക്കന്മാരെ അപമാനിക്കലല്ലേ അത്? എത്രയേറെ പുണ്ണിൽ കുത്തിയാലും ഉപ്പ് വാരി തേച്ചാലും ഹിന്ദുവിന്റെ സ്വത്വത്തിന് യാതൊരു പ്രാധാന്യവുമില്ല എന്നല്ലേ പിണറായി വിജയൻ പറഞ്ഞതിന്റെ ചുരുക്കം. CPMന്റെ മറ്റൊരു സംസ്ഥാന സമിതി അംഗം സിദ്ദിഖ് വന്ന് പ്രസംഗിച്ചിരിക്കുന്നു, ജമാഅത്തെ ഇസ്ലാമിയുടെയും സുഡാപ്പിയുടെയും ഒക്കെ വോട്ടുകൾ ഞങ്ങൾക്ക് വേണം എന്ന്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പിന്നെ പണ്ടേ നെഹ്റു പറഞ്ഞ ചത്തകുതിരയായ ഈ ലീഗ് കൂട്ടത്തിലുള്ളതുകൊണ്ട് ഉറപ്പാണ് പച്ചപ്പും ഊഷ്മളതയും ഞങ്ങളുടെ മാത്രം സ്വന്തമാണ് എന്നുള്ളത്. അപ്പോ ഇതാണ് നിലമ്പൂരിലെ രാഷ്ട്രീയം, അല്ലെങ്കിൽ കേരളത്തിലെ രാഷ്ട്രീയം. വാര്യൻകുന്നൻ പക്ഷവും വാര്യൻകുന്നൻ വിരുദ്ധപക്ഷവും. നിലമ്പൂർ ഇത് അനുഭവിക്കണം, നമ്മളും ഇത് അനുഭവിക്കണം. കാരണം സ്വത്വബോധമില്ലാത്ത ഒരു ജനത അനുഭവിച്ചുകൊണ്ടേയിരിക്കണം. രാഷ്ട്രായ സ്വാഹ ഇദം നമം.